രാത്രിയായി. സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു ഹൃദയഭാഗമാണത്. അവിടുത്തെ ഒരു ഷോപ്പ് ഭംഗിയായിട്ട് അലങ്കരിച്ചേക്കാണ്. ഇത് നമുക്ക് ഷോക്കേസിലേക്ക് വേണ്ടതും അങ്ങനെ വേണ്ട ഒരുപാട് സാധനങ്ങളുണ്ട്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടേ വൈകുന്നേരമായ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങണില്ല. പിന്നെ ഈ ബാറ് പബ്ബ് അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ആൾക്കാർ കൂടുതൽ ഇറങ്ങാം. അല്ലെങ്കിൽ ഇതേപോലത്തെ സ്ഥലത്തേക്ക് വന്നാൽ നിറച്ചു പോവും. അപ്പോൾ ഏകദേശം ഒരു 5 മണി കഴിയുമ്പോഴേക്കും ഒരടച്ചു പോകും. ഈ കടയിൽ നമുക്ക് വേണ്ട അലങ്കാര വസ്തുക്കളെല്ലാം ഉണ്ട്. ഗൾഫിലൊക്കെ പോയാൽ കാണാം 10 രൂപ കട. അതിലെല്ലാം ഉണ്ടാവും, ക്വാളിറ്റി ഉള്ളതായിരിക്കില്ല. ഇതങ്ങനെയല്ല കണ്ട. ഇവരുടെ പണ്ട് കാലത്തെ ഓരോരുത്തരം ഇത് നമ്മുടെ വീട് തുടങ്ങി ബുള്ളറ്റ് വിടുന്ന സാധനം അത് അല്ലേ. ഈ ആൽപ്സ് പർവ്വതനിരയൊക്കെ കണ്ടു കഴിഞ്ഞു. ഇന്നത്തെ ദിവസം കാണാൻ പറ്റുന്ന എല്ലാ സാധനം കണ്ടു. അപ്പോൾ കുറച്ച് നേരം റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ നിൽക്കണം. ഹായ്, പല വിധത്തിലുള്ള നെയിൽ കട്ടറുകൾ. അപ്പോൾ പിള്ളേർ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഒരു പാർട്ടി ലേശം പർച്ചേസിങ്ങിന് പോയി. ആ സമയം ഞാൻ കരുതി കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒപ്പിയെടുക്കാം, നമുക്കും കാണാം, ആസ്വദിക്കാം. എന്താ ഭംഗി കണ്ടാൽ. നല്ല നല്ല പേഴ്സുകളുണ്ട്. ഇത് വയ്ക്കാൻ കാശുള്ളവർക്കൊക്കെ മേടിക്കാം കേട്ടോ. അത്യാവശ്യം ആടി കൊട്ടണ തണവുണ്ട്. ഇതുപോലൊരു സാധനമുണ്ടോ ഇനിയും ഈ ഭൂലോകത്ത്, ഉണ്ടാകാനായി ഒരു തരമില്ല, കള്ളിനും മേലൊന്നില്ല. ഇത് വേറൊരു ഷോപ്പ്. ഒക്കെ നല്ല പാവള്ള കൂട്ടല്ലേ കണ്ടോ. വെളിച്ചത്ത് അണിങ്ങി നിൽക്കുന്ന വേറൊരു കട. കുറേ ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത്. ഇത് മറ്റൊരു ഷോപ്പ്. ഏകദേശം ഒരേപോലത്തെ ഷോപ്പുകളാണ്. പർച്ചേസിങ്ങിനൊക്കെ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്, വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് മലയാളികളും കിടന്ന് നടക്കുന്നുണ്ട്. അപൂർവം ടൂർ വന്നവർ. തണുപ്പായതുകൊണ്ട് കണ്ട റെയിൽവേ സ്റ്റേഷനൊക്കെ വളരെ വിജനായിട്ടിരിക്കുക. അവിടെ ഇവിടെ ഓരോരുത്തരുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ചെറുതിനാണെങ്കിൽ ഒരു തണുപ്പില്ല. ഒരു ഫോട്ടോ ഇതിൻ്റെ എടുത്തു. നമ്മുടെ ചെറുത് പറഞ്ഞ് ഫോട്ടോ എടുക്കണം. അപ്പോൾ അതെടുത്തു. ലോകത്തിൽ എവിടെ ചെന്നാലും BAR ബാർ, അതിന് ഒരു മാറ്റമില്ല കേട്ടോ. ഇതാ അവിടെ GRAND ഗ്രാൻഡ്, അതിനും മാറ്റം ഉണ്ടാവില്ല അല്ലേ. ബാറ് കാണുമ്പോൾ അറിയാണ്ട് നമ്മൾ പാടിപ്പോലേ. ഇതുപോലൊരു സാധനമുണ്ടോ ഇനിയും ഈ ഭൂലോകത്ത്, ഉണ്ടാകാനായി ഒരു തരമില്ല, കള്ളിനും മേലൊന്നില്ല. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേര് ദോഷം. ആണായാൽ വെള്ളമടിക്കും, വഴി നീളയാടി നടക്കും. ട്രെയിൻ വന്നെന്ന് പറഞ്ഞ് ബഹളം ഓടിക്കളിച്ച് വന്നു കേട്ടോ. ട്രെയിനൊക്കെ വന്നു, പക്ഷെ നമുക്കുള്ളതല്ല, സമയം ഇനിയുണ്ട്. കണ്ടോ, ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ വേറൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ വലിയ പെട്ടിയും കിടക്കൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതേ ഒരെണ്ണം എടുത്താൽ മതി. ചെറിയ വടയുള്ളൂ, നമുക്കത് ഒഴിച്ച് കൂട്ടി തിരിച്ചു വരുമ്പോൾ എടുത്താൽ മതി, താങ്ങി കൊണ്ട് നടക്കണ്ട. വെള്ളക്കാരുടെ ആരോഗ്യത്തിനൊരു ബൈസിക്കിൾ, BICYCLE വന്നിട്ടേ ട്രെയിനിൽ കയറി. വമ്പൻ ഒരു ബോഗിക്കകത്ത് ഞങ്ങൾ മാത്രമുള്ള ഒറ്റ ആളില്ല വേറെ.
അപ്പോൾ ഇത് 2 മണിക്കൂർ എടുത്തേക്ക് ഞങ്ങൾക്ക് ഇത് സ്വന്തം. വൈകുന്നേരം 7 മണി ഇത് കിഡ്സ് കമ്പാർട്ട്മെന്റ് ആണ്. കിഡ്സ് ഫ്രണ്ട്ലി, പിള്ളേർക്ക് നേരം പോക്ക് ഉണ്ടാക്കാനും കാര്യങ്ങൾക്കും. എല്ലാ അവസാനം കിഡ്സിന് വേണ്ട എല്ലാ നേരം പോക്കുകളുണ്ട്. കിഡ്സ് കമ്പാർട്ട്മെന്റ് പറഞ്ഞ ഇതൊക്കെയാണ് തുടങ്ങിയ ഒരു വായന. കിട്ടില്ല അല്ലേ?